കർമ്മം കൊണ്ട് അഭിഭാഷകനായിരുന്നുവെങ്കിലും കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിലാണ് യൂസഫ് അലി കേച്ചേരി ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയത്. കേച്ചേരിപ്പുഴയുടെ തീരത്തുനിന്നും ഒഴുകിയെത്തിയ അക്ഷരപ്പുഴയായിരുന്നു യൂസഫ് അലി. സിനിമയിൽ സംസ്കൃത ഭാഷയിൽ ഗാനമെഴുതിയ മലയാളി എന്ന ഖ്യാതി ഇദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കൃഷ്ണനെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ കവിതകൾ എഴുതിയിട്ടുള്ളത് യൂസഫ് അലിയാണെന്ന് MT വാസുദേവൻ നായരെ കൊണ്ട് പറയിപ്പിച്ച കാവ്യ സൗന്ദര്യത്തിന്റെ കർത്താവ്. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഗുരുവായൂരം ജനിമോക്ഷകരം ഗുരുവായൂരം ജനിമോക്ഷകരം. സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷൻ, അവാർഡുകളേക്കാൾ തലപ്പൊക്കമുള്ള ഒട്ടേറെ അംഗീകാരങ്ങളുടെ ഉടയാനും കൂടിയാണ് ഈ മനുഷ്യൻ. ഇഷ്ടവേഷമായ ജുബയും ധരിച്ച് കേച്ചേരിയിലുള്ള വീടിന്റെ പൂമുഖത്തെ ചാരുകസാരയിൽ റോഡരികിലെ കാഴ്ചകൾ ആസ്വദിച്ച് ഇരിക്കാറുള്ളയാൾ മലയാളം ആദരിക്കുന്ന സാഹിത്യകാരനാണെന്ന് ഇതിലൂടെ കടന്നുപോകുന്ന പലർക്കും അറിയില്ലായിരുന്നു. കേരളവർമ്മ കോളേജിലെ പഠനമാകണം യൂസഫ് അലിയെ സംസ്കൃത പണ്ഡിതനായ KP നാരായണ പിഷാരടിയുടെ അടുത്തേക്ക് എത്തിച്ചത്. സംസ്കൃത പഠനം അദ്ദേഹത്തിന്റെ സർഗാത്മകതയെ കൂടുതൽ വിശാലമാക്കി. BAയും LBയും പാസായി വക്കീലായി ജോലി ചെയ്തു. ഇതിനിടയിൽ തന്റെ സാഹിത്യ അഭിരുചിയെ തൃപ്തിപ്പെടുത്തുന്ന സർഗസൃഷ്ടികൾ മെനയാനും യൂസഫ് അലി സമയം കണ്ടെത്തി. 1954 മാതൃഭൂമി ബാലപംക്തിയിൽ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചു. സൈനബ എന്ന പേരിൽ ആദ്യമായി പുസ്തകവും പ്രസിദ്ധീകരിച്ചു. 1962 ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവന്നത്. കാവ്യ സൗന്ദര്യമുള്ള ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തോര ദൈവം കലാകാരൻ വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ ഈശൽ തേൻ കണം കൊണ്ടുവാ തെന്നലേ നീ ഈശൽ തേൻ കണം കൊണ്ടുവാ തെന്നലേ നീ തേങ്ങാപ്പൂളും കൊക്കിലൊരുക്കി കക്കറുമ്പിയെപ്പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണേ ആതിരാവുമേലെ തിരുവാതിരാവുമേലെ. ധ്വനിയിലെ ജാനകി ജാനെ എന്നതടക്കമുള്ള സംസ്കൃത ഗാനങ്ങളിലൂടെയും കാവ്യഗുണമുള്ള ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ശ്രദ്ധേയനായി. ജാനകി ജാനേ രാമ ജാനകി ജാനേ സദന നിദാനം മാഹം ജാനേ മോക്ഷ കവാടം നാഹം ജാനേ. ഗേയം ഹരിനാമധേയം ഗേയം ഹരിനാമധേയം ഭവഭയസാഗര തരണോപായം ശാശ്വത മൃത്യുഞ്ജയം. ഈറ്റ, ശരപഞ്ചരം, പരിണയം, സർഗം, ഗസൽ, ധ്വനി, കരിമാടിക്കുട്ടൻ, ഊമപ്പെണ്ണിനെ, ഉരിയാട പയ്യൻ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിലെ ഈടുറ്റ ഗാനങ്ങളിലൂടെ മലയാളിയുടെ പ്രിയ ഗാനരചയിതാവായി മാറി. കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അക്കാദമി അധ്യക്ഷൻ എന്നിങ്ങനെയുള്ള പല വേഷങ്ങളിൽ ജീവിതത്തിൽ നിറഞ്ഞാടി. ജീവിതത്തിൽ കെട്ടിയാടിയ വേഷമഴിച്ച് യൂസഫ് അലി യാത്രയാകുമ്പോൾ കേച്ചേരിപ്പുഴയുടെ മാറിൽ നിന്നും വിഷാദം ഘനീഭവിച്ച ഗസൽ കണക്കെ സ്വരരാഗങ്ങൾ ഒഴുകിയിറങ്ങുകയാണ്. സ്വരരാഗ ഗംഗാ പ്രവാ